പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ വലിപ്പത്തിൽ ചെറുതെങ്കിലും തന്ത്രപ്രാധാന്യത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെയും UAE ഉൾപ്പെടെയുള്ള വലിയ GCC രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മേഖലയിലെ ഭൗമരാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നതെങ്കിൽ സമീപകാലത്തായി ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങളുടെയും പ്രതിരോധ തന്ത്രങ്ങളുടെയും കുന്തമുന തിരിച്ചുവിട്ടിരിക്കുന്നത് ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് നേരെയാണ്. ഹൂതികൾക്കും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകൾക്കും പുറമെ ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരിട്ട് ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുമായി നേരിട്ടൊരു യുദ്ധത്തിന് പോകാതെ തന്നെ തങ്ങളുടെ പ്രാദേശിക മേധാവിത്വം തെളിയിക്കാനും വാഷിംഗ്ടണിന്റെ സൈനിക ഇടപെടലുകളുടെ ആഘാതം വർദ്ധിപ്പിക്കാനുമുള്ള ടെഹ്റാന്റെ ആസൂത്രിത നീക്കമാണിത്. അമേരിക്കൻ സൈന്യത്തിന് ആതിഥ്യമരുളുന്ന രാജ്യങ്ങൾ നേരിട്ട് സംഘർഷത്തിൽ കക്ഷികളല്ലെങ്കിൽ പോലും അവരെത്രത്തോളം അപകടത്തിലാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ പുതിയ യുദ്ധമുഖം നൽകുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ബഹ്റൈനും കുവൈറ്റും വളരെ ചെറിയ രാജ്യങ്ങളാണെങ്കിലും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ നട്ടെല്ലാണ് ഇവ രണ്ടും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈൻ അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ 5ാം കപ്പൽപ്പടയുടെയും US നേവൽ ഫോഴ്സ് സെൻട്രൽ കമാൻഡിന്റെയും ആസ്ഥാനമാണ്. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, അറബിക്കടൽ, ചെങ്കടൽ എന്നിവയുൾപ്പെടുന്ന വിശാലമായ സമുദ്ര മേഖലയിലെ അമേരിക്കൻ നാവിക നീക്കങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മനാമയിലെ ഈ താവളത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിൽ ഈ 5ാം കപ്പൽപ്പട നിർണായക പങ്ക് വഹിക്കുന്നു. നേരെമറിച്ച് കുവൈറ്റിന്റെ പ്രാധാന്യം കടലിലല്ല, മറിച്ച് കരയിലാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കരസേനയുടെയും വ്യോമസേനയുടെയും ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ആസ്ഥാനമാണ് കുവൈറ്റ്. അമേരിക്കൻ ആർമി സെൻട്രലിന്റെ മുന്നണി ആസ്ഥാനമായ ക്യാമ്പ് ആരിഫ് ജാൻ, മേഖലയിലെ വ്യോമ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്ന അലി അൽ സാലം എയർബേസ് എന്നിവ കുവൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക വിന്യാസങ്ങൾക്കും ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കും വർഷങ്ങളായി സ്റ്റാഗിംഗ് ഗ്രൗണ്ടായി പ്രവർത്തിക്കുന്നത് കുവൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് വഴി അമേരിക്കയുടെ സൈനിക ശേഷിയുടെ വേരറക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും അതിനെ തുടർന്ന് തങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുമാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുമായുള്ള സമാധാന കരാറുകൾ തകരുകയും തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ US സൈന്യം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതോടെയാണ് ഇറാൻ തങ്ങളുടെ നസർ 2 എന്ന സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തത്. കുവൈറ്റിലെ അലി അൽ സാലം എയർബേസിലെ ഡ്രോൺ താവളങ്ങളും പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലെ ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും തകർത്തതായി IRGC അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇറാന് ബഹ്റൈനോടോ കുവൈറ്റിനോടോ യാതൊരുവിധ പ്രാദേശികമായ തർക്കങ്ങളുമില്ല. തങ്ങളുടെ യഥാർത്ഥ ശത്രുവായ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും തങ്ങൾക്കെതിരെ നീങ്ങാൻ അമേരിക്കൻ സൈന്യത്തിന് തങ്ങളുടെ മണ്ണ് വിട്ടു നൽകിയാൽ അതിന്റെ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് പോകാതെ ശത്രുവിന്റെ കണ്ണ് കവരുന്ന ഇത്തരം കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങൾ വഴി അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. ഈ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ബഹ്റൈനെയും കുവൈറ്റിനെയും അതീവ ഗുരുതരമായ ഒരു നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യത്തെയും അവരുടെ പ്രതിരോധ ഗ്യാരണ്ടികളെയും ആശ്രയിക്കാൻ ഈ രാജ്യങ്ങൾ നിർബന്ധിതരാണ്. അതേസമയം തന്നെ തങ്ങളുടെ തൊട്ടയൽപക്കത്ത് കിടക്കുന്ന സൈനിക ശക്തിയായ ഇറാനുമായി നല്ലൊരു നയതന്ത്ര സാമ്പത്തിക ബന്ധം പുലർത്താനും ഇവർ ആഗ്രഹിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആഗോള പോരാട്ടത്തിലെ ഒരു യുദ്ധക്കളമായി തങ്ങളുടെ രാജ്യം മാറാൻ ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കുമ്പോൾ തന്നെ ഇറാന്റെ കോപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നറിയാതെ ഒരു നയതന്ത്ര നൂൽപ്പാലത്തിലൂടെയാണ് ഈ രണ്ട് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധമുഖം ഇന്ത്യയെ സംബന്ധിച്ച് കേവലം ഒരു അന്താരാഷ്ട്ര വാർത്ത മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നയപ്രധാന താൽപ്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ബഹ്റൈനിലും കുവൈറ്റിലുമായി മാത്രം 10 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ ജീവിക്കുന്നുണ്ട്. ആരോഗ്യം, നിർമ്മാണം, എഞ്ചിനീയറിംഗ്, ധനകാര്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവരുടെ സുരക്ഷ ഇന്ത്യക്ക് പരമപ്രധാനമാണ്. മേഖലയിലെ സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ വലിയ തോതിലുള്ള പ്രവാസി ഒഴിപ്പിക്കൽ പ്രക്രിയകൾക്ക് ന്യൂഡൽഹിക്ക് തയ്യാറെടുക്കേണ്ടി വരും. ഇതിനു പുറമെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും ഈ വരാനിരിക്കുന്ന പ്രതിസന്ധി വലിയ ഭീഷണിയാണ്. ഇന്ത്യക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 40% വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിൽ ഭൂരിഭാഗവും സഞ്ചരിക്കുന്നത് തർക്കപ്രദേശമായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും യുദ്ധഭീതിയും ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ കൂട്ടാനും എണ്ണവില വർദ്ധിക്കാനും കാരണമാകും. ഇത് ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ കനത്ത പണപ്പെരുപ്പത്തിനും കാരണമാകും. വ്യോമ ഗതാഗതത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം. കാരണം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പല വിമാന സർവീസുകളും കടന്നുപോകുന്നത് ഗൾഫ് വ്യോമപാതയിലൂടെയാണ്. ഈ പാതകൾ അടക്കേണ്ടി വന്നാൽ വിമാനങ്ങൾ വഴിതിരിച്ച് വിടേണ്ടി വരികയും യാത്രാസമയം കൂടുകയും ചെയ്യും.
ചുരുക്കത്തിൽ ബഹ്റൈനിലും കുവൈറ്റിലും വീഴുന്ന ഓരോ മിസൈലുകളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രവാസി സമൂഹത്തിലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പോന്നവയാണ്. അതിനാൽ ഇന്ത്യ അതീവ ജാഗ്രതയോടെ മാത്രമേ ഈ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളെ നോക്കിക്കാണേണ്ടതുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.